കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കക്കാട്ടുകടയിൽ രാഷ്ട്രീയ നയവിശദീകരണ യോഗം നടത്തി. സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തുടർച്ചയായി അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നതിനെ പ്രതിഷേധിച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. കെപിസിസി വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തുടർച്ചയായി അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തുകയും പുതുക്കിപ്പണിയുന്നതിന് പൊളിച്ച കുഴിയോടി പാലത്തിന് രാഷ്ട്രീയ കാരണങ്ങളാൽ ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇല്ലാത്ത പദ്ധതികൾക്കെല്ലാം ഫണ്ട് അനുവദിച്ചുകൊണ്ട് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നതിനും വേണ്ടിയാണ് കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. യോഗം കെപിസിസി വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഈ റോഷിയുടെ സ്ഥിരം ഈ നാടകത്തിന് കൂട്ടുനിൽക്കുമെന്നാണോ അവർ ചിന്തിച്ചിട്ടുള്ളത്? താമസമൊന്നുമില്ലല്ലോ. ഏറിയാൽ ഒരു മാസം അല്ലെങ്കിൽ 10-40 ദിവസത്തിനകം ഇടുക്കിയിലെ ജനങ്ങൾക്ക് തീരുമാനിക്കേണ്ടി വരും. ഇടുക്കിയിലെ ജനങ്ങൾ തീരുമാനമെടുക്കേണ്ടി വരും. ആ തീരുമാനമെടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു സംശയമില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു സംശയമില്ല, UDFിനെ സംബന്ധിച്ചൊരു സംശയമില്ല. ഈ കബളിപ്പിക്കൽ നടത്തുന്ന, ഈ നാടകം നടത്തിക്കൊണ്ടിരിക്കുന്ന, ജനങ്ങളെ കബളിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന റോഷി അഗസ്റ്റിന്റെ അന്ത്യം കുറിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ 40 ദിവസത്തിനകം നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നൊരു സംശയവും വേണ്ട. കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീസ് മണ്ണൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ മുഖ്യ പ്രഭാഷണം നടത്തി. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ്, ജോയി ഈഴക്കുന്നൽ, ജോയി തോമസ്, സെലിൻ തോമസ്, ഷാജി വേലംപറമ്പിൽ, ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.